ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 വെണ്ടയ്ക്ക, 2 തക്കാളി, ഒരു സവാളയാണ് ഇട്ടെടുത്തത്. ഈ വെണ്ടയ്ക്കും തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഒന്ന് നല്ലോണം ചതച്ചെടുക്കണം. ഇനി ഈ കറി ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ആ ഉള്ളി ഇഞ്ചിയൊക്കെ കൂടി ചതച്ചെടുത്തത് അതിലിട്ടിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ കൂട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ ചെറിയ ഉള്ളി അതിന് മാത്രം ഇല്ലാത്തവരെ കൊണ്ടാണ് സവാള എടുത്തത്. ഇപ്പം സവാള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി 2 തക്കാളി മുറിച്ചതും വെണ്ടയ്ക്കും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക മുളകിട്ടതും വെണ്ടയ്ക്ക തേങ്ങ അരച്ചിട്ട് ഒഴിച്ച കറി ഉണ്ടാക്കിയതൊക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുകൊണ്ടു. ഈ വെണ്ടയ്ക്ക കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ചേർക്കണമെങ്കിൽ ആ കൊഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടേക്ക് മഴയ്ക്ക് കുറച്ചൊരു ശമനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് തുണികളൊക്കെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലെ പണികളൊന്നും ഒരുങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഈ സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന്. ഇപ്പം തക്കാളി വെണ്ടയ്ക്കൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക. എന്നിട്ട് ആ പച്ചമണം മാറണ വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണേ. ഇനി ഈ തക്കാളി വെണ്ടയ്ക്ക് ഇതൊക്കെ കൂടി നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം ആ പിഴിഞ്ഞ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വല്ലാതെ അങ്ങോട്ട് വെള്ളത്തോടക്കല്ല ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. ഇനി ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിപ്പോൾ ചാറ് പറ്റ കുറുകിയിട്ടാണല്ലോ, അപ്പോൾ ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കുക. ഇനി ഈ കറി നല്ലോണം ഒന്ന് തിളച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് മേതെ തെളിഞ്ഞ് വരണം. ആ വെണ്ടയ്ക്കും തക്കാളിയും അരപ്പൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് സെറ്റാവട്ടെ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. മൂടിയിട്ട് അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് വെക്കുക. കറിയൊക്കെ നല്ലോണം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ മേതെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കട്ടോ. ഇത് മൺചട്ടി ആയതിനെ കൊണ്ട് ഗ്യാസ് ഓഫാക്കിയാലും കുറച്ച് നേരം കൂടി ഇതിലൊന്ന് തിളയ്ക്കും, ഒന്ന് കുറുകും ചെയ്യും കേട്ടോ കറി. അങ്ങനെ അടിപൊളി ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു സെർവ് ബൗളിലേക്ക് കോരി മാറ്റുക. അപ്പോൾ ഇനി മഴക്കാലമൊക്കെ അല്ലേ, ഇനി മീനൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ബേജാറാവണ്ട. ഇങ്ങനത്തെ തക്കാളി വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കറി ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തക്കാളി വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തോന്നും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.